ഇതില് ഒരു കാര്യം CM പറയുന്നത് ഫിനാൻസ് ബില്ല് പാസ്സായെങ്കിൽ പോലും അഡീഷണൽ വിജ്ഞാപനം ഇറങ്ങാതെ ഇത് പ്രാബല്യത്തിൽ വരില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്ന നിലയായി. ആ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നീട് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് അംഗീകാരം കൊടുക്കുകയാണ്, നിങ്ങൾ നടപ്പാക്കിക്കോന്ന്. അപ്പോൾ ബന്ധപ്പെട്ട ആരാണോ അവർ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. അവിടെയാണ് ഒളിച്ചുകളി വരുന്നത്. അതിനോടൊരു തരത്തിലും യോജിക്കാനാവില്ല. കപ്പാസിറ്റി നേരത്തെ കേൻപാല പറഞ്ഞ പോലെ അവിടെയാണ് അതിന്റെ പ്രസക്തി. അവിടെയാണ് പ്രസക്തി. ഏത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് ഫൈനാൻസ് ബില്ല് വന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കൃത്യമായി ചർച്ച ചെയ്തിട്ട് സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ബക്കാടിയുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ബക്കാടിയുമായിട്ടല്ല ചർച്ച നടത്തിയത് സഹകരണ സംഘവുമായിട്ടാണ്. അന്നത്തെ ഒരു സഹകരണ സംഘം ഇത്തരം കാര്യങ്ങളിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്, കശുമാങ്ങയിൽ നിന്ന് പോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ആ ചർച്ച ഒരു കാലത്ത് നടന്നിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ പഴത്തിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും അതേപോലെ ധാന്യത്തിൽ നിന്നും ഒക്കെ പോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഏത് ഈ ബില്ല് ഇങ്ങനെ പാസ്സാക്കി എടുത്താൽ നിയമപരമായിട്ട് അവർക്കൊരു അവകാശം കൊടുക്കലാണ് അതിന്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന്. എന്നാൽ അവർക്ക് അവകാശം കൊടുക്കുന്നതിനേക്കാളും ഇവർക്ക് താല്പര്യമാണല്ലോ ഇത് നടപ്പാക്കാൻ. അതുകൊണ്ടാണല്ലോ ഇത്ര വാശിയോടെ നടപ്പാക്കാൻ പുറപ്പെടുന്നത്. അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ പറ്റും. അതവരുടെ കാര്യം. നമ്മൾ കാണേണ്ടത് ഇവരെന്തിന് ഇത്ര ധൃതി കാണിക്കുന്നു എന്നാണ്. ഈ ഒരു ഗവൺമെന്റ്, ഒരു പുതുതായിട്ട് അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ഇതേവരെ ഇല്ലാത്തൊരു നയം നടപ്പാക്കാൻ പുറപ്പെടുമ്പോൾ സ്വാഭാവികമായി നടത്തേണ്ട ചർച്ചകളും മറ്റ് ആലോചനകളും എല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു ഒളിച്ചു കടത്തൽ കൊണ്ടുവന്നത്, അതിന്റെ പിന്നിലുള്ള താല്പര്യമാണ് നാം കാണേണ്ടത്. അതാണ് പ്രധാനം. പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ? ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ സഭയ്ക്ക് പുറത്തേക്കുള്ള ഒരു പ്രതിഷേധമായിരിക്കും. ഈ പ്രതിഷേധം ഞങ്ങൾ തുടരും. ഇതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും.